നേന്ത്രപ്പഴം വെച്ചിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലുള്ള വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സിംഗിൾ പീസിൽ വന്നിട്ടുള്ള ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത കട്ടിംഗ് ബോർഡാണ്. ഇനി ഒരു സ്ക്യൂവർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഈ ഒരു പഴത്തിൻ്റെ പീസ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. 3 പീസാണ് കേട്ടോ ഒരു സ്റ്റിക്കിൽ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് വെതറി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/4 കപ്പ് മൈദയും കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബാറ്റർ ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു പഴം ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ മാവ് കോരി ഒഴിച്ചാൽ മതി കേട്ടോ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടാൻ. എന്നിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ ആ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഈ 2 സൈഡും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.